പ്രണയപ്രതികാരത്തിൻ്റെ കഥകൾ വലിയ ഞെട്ടലോടെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്. മനോനില തെറ്റിയ യുവാക്കൾ ഒട്ടേറെ പെൺകുട്ടികളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെ തീരാ കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട്. 4 വർഷം മുൻപ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ദൃശ്യ എന്ന പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. ആ കേസിലെ പ്രതി വിനീഷ് ഇപ്പോൾ എവിടെയാണ്? കുറച്ചുനാൾ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. പിന്നീട് മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഒടുവിൽ അവിടെ നിന്നും വിനീഷ് ചാടിപ്പോയെന്ന വാർത്തയാണ് കേട്ടത്. ശുചിമുറിയുടെ ചുമർ തുരന്ന് രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് വ്യാപകമായി തിരച്ചിൽ ആരംഭിച്ചു. ാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യയെ വിനീഷ് കുത്തിക്കൊലപ്പെടുത്തിയത്. ദൃശ്യയുടെ പിതാവിന്റെ വ്യാപാര സ്ഥാപനത്തിന് തീയിട്ട ശേഷമാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി പെൺകുട്ടിയെ കുത്തി വീഴ്ത്തിയത്. റിമാൻഡിലായി വിനീഷിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. ഇതിനിടെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് 2022 വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2022 പ്രതി കുതിരവട്ടത്തു നിന്നും ചാടിപ്പോയെങ്കിലും പിന്നീട് പോലീസിന്റെ പിടിയിലായി. ഇതിനിടെ കൊതുക് തിരി കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവമുണ്ടായി. അതിനിടെ വീണ്ടും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച വിനീഷിനെ 2 ആഴ്ച മുൻപാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ രാത്രി 9 മണിവരെയും പ്രതി മുറിയിലുണ്ടായിരുന്നതായാണ് വിവരം. ഓരോ മണിക്കൂറിലും ഇവിടെ പതിവ് പരിശോധനയുണ്ട്. എന്നാൽ 11 മണിക്ക് പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് വിനീഷ് ചാടിപ്പോയതായി കണ്ടെത്തിയത്. ശുചിമുറിയുടെ ചുമർ തുറന്ന് പിന്നീട് ചുറ്റുമതിൽ ചാടി പുറത്തു എത്തിയാണ് പ്രതി രക്ഷപ്പെട്ടത്. ഉടൻ ജയിലധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു. നിലവിൽ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 മലപ്പുറം.